ഇപ്പോൾ കൃത്യമായി പറഞ്ഞ വാചകങ്ങൾ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനിയിപ്പോൾ ആരും വളച്ചും തിരിച്ചും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ജഗദീഷ് കൃത്യമായി പറഞ്ഞ വാചകം വീണ്ടും മൊഴി കൊടുക്കേണ്ടതില്ല. കുറ്റാരോപിതർ അഗ്നിശുദ്ധി വരുത്തട്ടെ, കോടതി നടപടികളുമായി സംഘടന സഹകരിക്കും. അത് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മോശമായി പ്രവർത്തിച്ചവർ ശിക്ഷിക്കപ്പെടണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ ഒഴിവാക്കിയതിൽ സർക്കാർ മറുപടി പറയണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. ഒറ്റ കേസാണ്, ഒറ്റ പരാതിയാണെങ്കിൽ പോലും അതിൽ നടപടി വേണമെന്ന് പറയുമ്പോഴാണ് 19 പേരുടെ മൊഴി അടക്കമുള്ള ഒരു റിപ്പോർട്ട് തന്റെ മുന്നിലിരിക്കുമ്പോഴും അതിന്മേൽ ഒന്നുമില്ല, വ്യക്തതയില്ല, അറിഞ്ഞില്ല, പറഞ്ഞില്ല എന്ന് സിദ്ദിഖ് മറുഭാഗത്ത് പറയുന്നത്. അരുൺ സോളമൻ ഒപ്പം അലി അക്ബർ ഷാ എന്നിവരും നമുക്കൊപ്പം തുടരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറെക്കുറെ 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു വാർത്താ സമ്മേളനമാണ്. അതിനു മുൻപും ശേഷവും ഇവരെ കാണുകയും ചെയ്തല്ലോ. അവിടെ നടന്നത് എന്താണ്? ഇതൊരു തിരക്കഥയും സംഭാഷണവും എല്ലാം തയ്യാറാക്കി വന്ന് നമ്മുടെ മുന്നിൽ ആ ഒരു കഥയങ്ങ് ആടി തീർത്തു പോവുകയായിരുന്നോ അവരെല്ലാം, ഭാരവാഹികൾ? തീർച്ചയായും സുജ, നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയം വലിയ രീതിയിൽ ഗുരുതരമായ വിഷയം എന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും AMMയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയിൽ താൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന ആദ്യഘട്ടത്തിൽ ഒരു പരിപാടിക്ക് നടക്കുന്നതിനിടെ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ച ശേഷം കൃത്യമായി പ്രതികരിക്കുമെന്നായിരുന്നു. ഇന്ന് ഈ പഠനമെല്ലാം കഴിഞ്ഞ ശേഷം വാർത്തകളിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നതെന്ന് കൃത്യമായി പഠിച്ച ശേഷമാണെന്ന് സിദ്ധിക്കും. അതുപോലെ ഈ AMMA സംഘടനയുടെ മറ്റു വനിതാ ഭാരവാഹികൾ ഉൾപ്പെടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നത് തുടക്കം തന്നെ ഇതായിരുന്നു. ഈ പരിപാടി നടക്കുന്നതുകൊണ്ട്, ഈ സംഗീത നിശ്ചയം അല്ലെങ്കിൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം പ്രതികരിക്കാൻ വൈകിപ്പോയത്. അല്ലാതെ കൃത്യമായി എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായി പ്രതികരിക്കാതിരുന്നതല്ല എന്നായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുണ്ടായ ഓരോ പ്രതികരണങ്ങളിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഈ ഉയർത്തിയ ഇരകളോടൊപ്പം ഒന്നും ഈ സംഘടന നിൽക്കുന്നില്ല, അല്ലെങ്കിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നില്ല. എന്തെങ്കിലും നിലയിലുള്ള നടപടികൾ അവർ ആഗ്രഹിക്കുന്നുമില്ല. കോടതി ആവശ്യപ്പെടുകയാണ് എങ്കിൽ, പോലീസ് കേസെടുക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാമെന്നല്ലാതെ തങ്ങളുടെ സഹപ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു നടപടി വേണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ആ സംഘടന ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ കാര്യം നമ്മൾ നിരവധി തവണ മാധ്യമപ്രവർത്തകർ മറിച്ചും തിരിച്ചും എല്ലാം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഉത്തരം അത് തന്നെയായിരുന്നു. തനിക്ക് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ നേരിടുന്നതായി തനിക്ക് അറിയില്ല. താൻ ഈ സംഘടന എത്തിയതിനു ശേഷം അത്തരം ഒരു പരാതി വന്നിട്ടില്ല എന്നാണ്. 2018 ഉയർന്ന പരാതിയെപ്പറ്റി അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സോണിയ തിലകൻ ഉന്നയിച്ച പരാതിയെപ്പറ്റി അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ പരാതി സോണിയ തിലകൻ ആ സംഭവം കൃത്യമായി മനോഹരമായി കൈകാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. മനോഹരം എന്നാണ്. നമ്മൾ ആ ചോദ്യം വീണ്ടും ഉന്നയിച്ചിരുന്നു. മനോഹരം എന്ന് പറയാൻ എത്രമാത്രം സ്ട്രെസ് അനുഭവിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കാം അവർ അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അതിനെയാണ് അദ്ദേഹം മനോഹരമായി സോണിയ അത് കൈകാര്യം ചെയ്തു, ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അതായത് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന മറ്റാളുകൾ അവരത് മനോഹരമായി കൈകാര്യം ചെയ്തിട്ടില്ല, അവരോടൊപ്പം നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് ആ പരാമർശത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. സോണിയ തിലകൻ മനോഹരമായ കാര്യം കൈകാര്യം ചെയ്തു, മറ്റുള്ളവരും അതുപോലെ ചെയ്യണമായിരുന്നു. എന്തായാലും ഇപ്പോൾ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ഈ കാര്യങ്ങളിലൊന്നും വ്യക്തമായൊരു നിലപാട് ഈ AMMA എന്ന സംഘടനയ്ക്കില്ല, സിദ്ദിഖ് എന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കുമില്ല, ഒപ്പം അതിലുള്ള വനിതാ ഭാരവാഹികൾക്കുമില്ല. അവരും AMMA എന്ന സംഘടന എന്തു പറയുന്നു അത് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അവരും പറഞ്ഞത്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിക്രമം നേരിട്ടിട്ടില്ല, ഞങ്ങളോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാണ് തങ്ങൾ അതിക്രമം നേരിട്ടു തുറന്നു പറഞ്ഞത്. അവരോട് വാക്കുകൊണ്ടെങ്കിലും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ചേർന്ന് നിൽക്കാനോ അവർ കഴിഞ്ഞിട്ടില്ല. നടിമാർ വാതിലിൽ മുട്ടിയെന്ന് പറയുമ്പോൾ എവിടെ മുട്ടിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കണം, അതാണ് ചെയ്യേണ്ടത്. പരാതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് താരസംഘടനയായ AMMAയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് നല്ല വൃത്തിയായി ജഗദീഷ് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് AMMAയുടെ മറ്റു ഭാരവാഹികൾ കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും കടക്കുകയാണ്.